നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ വിളിച്ചിറക്കിക്കൊണ്ടിങ്ങു പോന്നു. പിന്നെ അത് നടത്തി കൊടുക്കേണ്ട ചുമതല നമ്മുടെ മാതാപിതാക്കൾക്കാണല്ലോ. ആദ്യത്തെ കല്യാണവും പാഴായി പോയി. ഞാനിപ്പോ ഇവിടെ നിന്ന് അറിയേണ്ട കാര്യങ്ങളൊക്കെ സത്യാമ്മയെ അറിയിച്ച് ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടാക്കിയില്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് ഞങ്ങളുടെ ജീവിതം തന്നെയല്ലേ മോളെ. സത്യക്കും എനിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവസാനമായിട്ട് കിട്ടിയ ഒരു അവസരം അതെനിക്ക് ഉപയോഗിക്കുക തന്നെ വേണം. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. ഒരൊറ്റ കാര്യമേ അമ്മയ്ക്ക് പറയാനുള്ളൂ. എന്ത് നഷ്ടപ്പെടുത്താൻ എളുപ്പ, പിന്നീട് അതൊന്ന് സ്വരൂക്കുട്ടി എടുക്കാനാ പാട്. അമ്മ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. സത്യമ്മ പുറത്തെവിടെയോ പോയിരിക്കുക. വന്ന് കണ്ട അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറും. അത് പിന്നെ വീണ്ടും മറ്റൊരു വഴക്കിലേക്ക് പോവും. എന്തിനാ നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കുന്നത്? അത് ശരിയാ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ശമമോളെ കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഞാനങ്ങ് പൊക്കോളാം. അമ്മ വാ. എന്താ ശാരദാമ്മേ, മകളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണോ? ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. എന്നാ പിന്നെ കേറി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് കരുതിയല്ലേ? ഓ, നടന്നു വന്നതിന്റെ ക്ഷീണവും മാറും, ഒരല്പം വിശ്രമവും ആവും. കൂട്ടത്തിൽ മോളെ കാണുകയും ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം സത്യം മോളെ. അല്ല ശാരദാമ്മേ, നിക്ക്. ശാരദാമ്മ വന്ന എന്റെ മരുമകളെ കാണാനല്ലേ, അവളകത്ത. എനിക്ക് മക്കളെല്ലാം ഒരുപോലെയാ സത്യാമ്മേ. അകത്തുള്ള മോളെ ഞാൻ മറ്റൊരു ദിവസം വന്ന് കണ്ടോളാം. അത് ശരിയല്ലല്ലോ ശാരദാമ്മേ. ഇവിടം വരെ വന്നിട്ട് എന്റെ മരുമകളെ കാണാതെ പോയാ അതിന്റെ കുറച്ചിൽ എനിക്കും കൂടിയാ. അതുകൊണ്ട് ശാരദാമ്മ അകത്തേക്ക് കയറിയിരിക്കെ, എന്നിട്ട് പോയാ മതി. വാ. വിഷ്ണു, രാഘവേട്ടാ, മരുമോളുടെ ബന്ധുവീട്ടിൽ നിന്ന് സുഖാന്വേഷണത്തിന് ആൾക്കാരൊക്കെ വന്നിട്ട് തറവാട്ടുകാരനവര് മാത്രം എന്താ അറിയാത്തത്? അതെങ്ങനെയാ പാത്തും പതുങ്ങിയും വന്നു പോകുന്നവര് മനുഷ്യന്റെ വെട്ടത്തേക്ക് വരുവോ? എന്തുവാ വിഷ്ണു, ആരുടെ കാര്യം നിന്റെ അമ്മ പറയുന്നേ? വേറെ ആരാ, ശാരദാമ്മ. ശാരദാമ്മ മോളെ, ഏതായാലും സത്യമ്മ വിളിച്ചതല്ലേ. അമ്മ വാ. അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ കേറി വരും. എന്തോ കള്ളത്തര ഓതിയിട്ട് രക്ഷപ്പെടാൻ പോവായിരുന്നു. കൈയോടെ ഞാനങ്ങ് പിടികൂടി. വരണ ശാരദാമ്മേ, കേറി വാ. അല്ല, ക്ഷമിക്കണം, വന്നേ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ പുറത്ത് നിർത്തി ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനുണ്ടായിരുന്ന പുറത്ത്.
അമ്മയായിട്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അമ്മ അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാ സത്യാമ്മ വിളിച്ചത്. അപ്പൊ പിന്നെ ശാരദാമ്മ ഈ മകളിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്റെ മൂത്ത മകൻ വിഷ്ണുവിന്റെ വിവാഹമാ. അതിന്റെ ക്ഷണക്കത്തടിച്ചത് വാങ്ങിക്കാൻ പോയതായിരുന്നു ഞാനും എന്റെ മോനും. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങ് പോന്നു. പിന്നെ അത് നടത്തി കൊടുക്കേണ്ട ചുമതല നമ്മള് മാതാപിതാക്കൾക്കാണല്ലോ. ആദ്യത്തെ കല്യാണവും പാഴായി പോയി. ഇനി ഇതെങ്കിലും മര്യാദക്കായില്ലെങ്കിൽ എന്റെ മോന്റെ ജീവിതം പോവില്ലേ? പിന്നെ വന്നു കയറുന്ന പെണ്ണുങ്ങളാ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഐശ്വര്യം ഈ വീടിന് കിട്ടാൻ പോകുന്നത് ഇപ്പോഴാ. മോളിങ് വാ. ഒന്നുകൂടി പരിചയപ്പെടുത്തിയേക്കാം. ഇതാ വിഷ്ണുവിന്റെ പെണ്ണ്. ഇവരേതോ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അതല്ലല്ലോ, നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കണ്ടേ? അതാണ് ഇങ്ങനെയൊരു ചടങ്ങ് ആർഭാടമായിട്ട് തന്നെ നടത്താന്ന് കരുതിയത്. എന്തായാലും ശാരദാമ്മ വന്നത് നന്നായി. ആദ്യത്തെ കല്യാണം വിളി ശാരദാമ്മയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. കുടുംബസമേതം എല്ലാവരെയും കൂട്ടി തന്നെ വരണം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനെ. വാങ്ങിക്ക് ശാരദാമ്മേ. സദ്യക്ക് പ്രഗത്ഭരായ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. വന്നതുകൊണ്ട് നഷ്ടമായി എന്നൊരു ചിന്ത ഉണ്ടാവില്ല. അത്രയ്ക്ക് കേമന്മാരാ ഞാൻ ഏർപ്പാടാക്കിയ ദേഹണ്ടക്കാരൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.